Hi dears, welcome to my YouTube channel. Standard 7 Social Science 7th chapter From Food Production to Food Security ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന പാഠഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 7ാം ക്ലാസ്സിൻ്റെ മുൻ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Agriculture has played a crucial role in transforming human beings from a hunter-gatherer to a modern man. The necessary systems of social life, such as family, community, village, and town, emerged with the beginning of agriculture. Over a period of time, man shifted from subsistence-based agriculture to market-based agriculture. വേട്ടയാടി ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികരിൽ നിന്നും ആധുനിക മനുഷ്യരിലേക്കുള്ള വികാസത്തിൽ കൃഷിക്ക് പ്രധാന പങ്കുണ്ട്. നമുക്കറിയാം, നമ്മുടെ പൂർവികർ വേട്ടയാടി ജീവിച്ചിരുന്നവരായിരുന്നു. എന്നാൽ അവർ പുരോഗതിയിലേക്ക് എത്തിയത് ഏതിലൂടെയായിരുന്നു? കൃഷിയിലൂടെയായിരുന്നു. കൃഷി ആരംഭിച്ചതോടുകൂടിയാണ് കുടുംബം, കൂട്ടായ്മ, ഗ്രാമം, പട്ടണം തുടങ്ങിയ സാമൂഹിക ജീവിതത്തിനാവശ്യമായ സംവിധാനങ്ങൾ രൂപപ്പെട്ടത്. ക്രമേണ ഉപജീവനത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷി എന്തായിട്ട് മാറാൻ തുടങ്ങി? കമ്പോളത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കൃഷിയിലേക്ക് മാറാൻ തുടങ്ങി. ഈ മാറ്റങ്ങൾ എങ്ങനെയായിരുന്നെന്നും ഏതൊക്കെ രീതിയിലായിരുന്നെന്നും ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഫാമിംഗ് മെത്തേഡായിരുന്നു സബ്സിസ്റ്റൻസ് ഫാമിംഗ്, ഉപജീവന കൃഷി. This is the method in which farmers produce and use only the products required for their sustenance. Obtaining profit is not the primary objective of this method. However, in some circumstances, the surplus agricultural products are sold to fulfill other needs. Traditional agricultural tools are mostly used in this farming. അപ്പോൾ എന്താണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്? കർഷകർ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് ഉപജീവന കൃഷി അഥവാ സബ്സിസ്റ്റൻസ് ഫാമിംഗ്. ഇനി ലാഭം നേടുക എന്നതായിരുന്നില്ല ഇതിൻ്റെ ലക്ഷ്യം. എങ്കിലും മിച്ചം വരുന്ന ഉൽപ്പന്നങ്ങൾ മറ്റാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിറ്റിരുന്നു. പരമ്പരാഗത കൃഷി ഉപകരണങ്ങളായിരുന്നു ഉപജീവന കൃഷിക്ക് ഉപയോഗിച്ചിരുന്നത്. സെക്കൻഡ് ഫാമിംഗ് മെത്തേഡായിരുന്നു മിക്സഡ് ഫാമിംഗ്, സമ്മിശ്ര കൃഷി. മിക്സഡ് ഫാമിംഗ് ഈസ് ദ സൈമിൾട്ടേനിയസ് കൾട്ടിവേഷൻ ഓഫ് more than one crop in a given plot of land. Along with this, livestock rearing, poultry farming, fish farming, etc. can also be combined. അതായത് ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി അഥവാ മിക്സഡ് ഫാമിംഗ്. കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മീൻ വളർത്തൽ എന്നിവയും ഈ കൃഷിയോടൊപ്പം സംയോജിപ്പിച്ച് ചെയ്യാവുന്നതാണ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദിസ് ഫോം ഓഫ് ഫാമിംഗ്? ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം? നോക്കൂ. ലിവ് സ്റ്റോക്ക് ഫീഡ് കംസ് ഫ്രം അഗ്രികൾച്ചർ. കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു. സെക്കൻഡ്, manure required for agriculture is also obtained from livestock. കൃഷിക്കാവശ്യമായ വളം കന്നുകാലികളിൽ നിന്ന് തിരിച്ചും ലഭിക്കുന്നു. The cost of production will be relatively low. ചെലവ് താരതമ്യേന കുറവായിരിക്കും. തേർഡ് ഫാമിംഗ് മെത്തേഡായിരുന്നു കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്, തോട്ടവിള കൃഷി.
With the arrival of the British, the farmers who traditionally cultivated paddy and other food crops started cultivating plantation crops like tea, coffee, cloves, cardamom, and pepper in large areas. In the wake of the Industrial Revolution, European countries, including Britain, were in need of large quantity of agricultural raw materials. പരമ്പരാഗത രീതിയിൽ നെല്ല് മറ്റ് ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഇതിനെയാണ് എന്തു പറയുന്നത്? തോട്ടവിള കൃഷി അഥവാ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറയുന്നത്. Long-term income and relatively low cost of production are the characteristics of this farming method. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും തോട്ടവിള കൃഷിയുടെ പ്രത്യേകതകളാണ്. ഫോർത്ത് farming method, cultivation of commercial crops. Cultivation of commercial crops is the large-scale production of agricultural products on commercial basis. The role of commercial crop farming is significant in providing agricultural raw materials to industries. It also requires high capital investment and the use of modern technology. Rubber, sugarcane, cotton, jute, etc. are examples of commercial crops. വാണിജ്യവിള കൃഷി. കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാണിജ്യവിള കൃഷി. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായിരുന്ന ഒരു കൃഷി കൂടിയാണ് വാണിജ്യവിള കൃഷി. റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവ വാണിജ്യ വിളകളാണ്. നമ്മുടെ രാജ്യത്തുള്ള വിവിധ തരം കൃഷികളും അവയുടെ സവിശേഷതകളും നമ്മൾ പഠിച്ചു. ഇനി അവ കാണിക്കുന്ന ഈ ടേബിൾ കൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ്, ഉപജീവന കൃഷി. സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായ ഉൽപാദനം. ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാൻ സാധിക്കും. പരമ്പരാഗത ഉപകരണങ്ങൾ. കുടുംബ അധ്വാനം. അടുത്തത് സമ്മിശ്ര കൃഷി. ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുന്നു. ഉൽപാദന ചെലവ് കുറവ്. പാരിസ്ഥിതിക ഗുണങ്ങൾ. വർഷം മുഴുവൻ വരുമാനം. തോട്ടവിള കൃഷി. താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവ്, വൻതോതിലുള്ള ഉൽപാദനം, വാണിജ്യപരമായ പ്രാധാന്യം, കൂടുതൽ മൂലധനം. വാണിജ്യവിള കൃഷി. ഉയർന്ന മൂലധന നിക്ഷേപം, അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. വിപണി ലക്ഷ്യം, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഇനി ഇംഗ്ലീഷിൽ നോക്കൂ. സബ്സിസ്റ്റൻസ് ഫാമിംഗ്. പ്രൊഡക്ഷൻ ഫോർ ഓൺ കൺസപ്ഷൻ. Cultivation is possible even in small plot of land. Traditional methods and tools. Family labor. Mixed farming. The same fertilizer can be used for multiple crops. Lower cost of production. Environment benefits. Financial security. Cultivation of plantation crops. Cost of production is relatively low. Large scale production. Commercial importance. Capital intensive. Next, cultivation of commercial crops. High capital investment. Provides raw materials. Market orientation. Use of technology. Next, നമുക്ക് പഠിക്കാനുള്ളത് agriculture for food and income. Agricultural crops are broadly classified into food crops and cash crops. Food crops are crops that can be used as food, whereas crops used for commercial and
ഇൻഡസ്ട്രിയൽ പർപ്പസസ് ആർ കോൾഡ് ക്യാഷ് ക്രോപ്സ്. ഇനി ഇവിടെ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യാം. ഫുഡ് ക്രോപ്സ് ഏതൊക്കെയാണ്? ഫുഡ് ക്രോപ്സ് റൈസ്, വീറ്റ്, പൾസസ്, ട്യൂബേഴ്സ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. ക്യാഷ് ക്രോപ്സ് കോട്ടൺ, റബ്ബർ, ജൂട്ട്, ഓയിൽ സീഡ്സ്, സ്പൈസസ്. കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ അഥവാ ഫുഡ് ക്രോപ്സ് എന്നും നാണ്യവിളകൾ അഥവാ ക്യാഷ് ക്രോപ്സ് എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കളായി ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. എന്നാൽ വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിളകളാണ് നാണ്യവിളകൾ. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യാം. ഭക്ഷ്യവിളകൾ നെല്ല്, ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പച്ചക്കറികളും പഴങ്ങളും. ഇനി നാണ്യവിളകൾ പരുത്തി, റബ്ബർ, ചണം, എണ്ണക്കുരുക്കൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ. ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, എക്സാമിന് വരാവുന്നതാണ്. വീറ്റ്, കോട്ടൺ, റൈസ് എന്നിവ ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് കൃഷി ചെയ്യുന്നത്? വീറ്റ് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ് ആൻഡ് ഹരിയാന. കോട്ടൺ മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന ആൻഡ് രാജസ്ഥാൻ. റൈസ് വെസ്റ്റ് ബംഗാൾ, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ് ആൻഡ് ബീഹാർ. ഈ സംസ്ഥാനങ്ങളെല്ലാം ഭൂപടത്തിൽ തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിറം കൊടുക്കണം. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഗ്രികൾച്ചർ ആൻഡ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. Agro-based industries are industries that depend and function on agricultural products. Cotton, an agricultural product, is the raw material for the textile industry. So, the textile industry is an example for agro-based industry. Similarly, agricultural products like rubber and sugarcane are used as raw material for various industries. ഈ ടേബിളിൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സും ഇൻഡസ്ട്രിയും ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഷുഗർ കെയിൻ ഷുഗർ ഇൻഡസ്ട്രി, റബ്ബർ ടയർ ഇൻഡസ്ട്രി, ഓയിൽ സീഡ്സ് ഫുഡ് ഇൻഡസ്ട്രി. കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ. പരുത്തി ഒരു കാർഷിക ഉൽപ്പന്നമാണ്. അത് ഏത് വ്യവസായത്തിനാണ് ഉപയോഗിക്കുന്നത്? തുണി വ്യവസായം. അതുപോലെ കരിമ്പ് പഞ്ചസാര വ്യവസായം, റബ്ബർ ടയർ വ്യവസായം, എണ്ണക്കുരുക്കൾ ഭക്ഷ്യ വ്യവസായം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. എക്സാമിന് ക്വസ്റ്റ്യൻ വരാവുന്ന ടോപ്പിക്കാണ്.